പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 29ാമത്തെ ശ്ലോകമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദാദാബായി ഗോപബന്ധു തിലകോ ഗാന്ധിരാദ്രത രമണോ മാളവീയശ്ച ശ്രീ സുബ്രഹ്മണ്യ ഭാരതി. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട മഹാത്മാവ് ശ്രീ സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരമെന്നുയിർ പോവരെ വാഴ്ത്തുവോ മുടി താഴ്ത്തുവോ. തമിഴകത്ത് സ്വാതന്ത്ര്യ സമരജ്വാല ആളിക്കത്തിച്ചവരിൽ പ്രഥമ ഗണനീയനാണ് ശ്രീ സുബ്രഹ്മണ്യ ഭാരതിയാർ. കവി, ലേഖകൻ, പത്രാധിപർ, സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര സേനാനി, ബഹുഭാഷാ പണ്ഡിതൻ, ഇങ്ങനെയുള്ള ബഹുമുഖ പ്രതിമയായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. വി ചിദംബരം പിള്ളൈ, കാഞ്ചി വരദാചാരി, സുബ്രഹ്മണ്യ ഭാരതി, ഈ മൂവരുമാരായിരുന്നു തമിഴ്നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധ്വജവാഹകന്മാരായിട്ടുണ്ടായിരുന്നത്. തിരുനെൽവേലിയിലെ എട്ടയാപുരത്ത് 1882 ഡിസംബർ 11 ചിന്നസ്വാമി അയ്യരുടെയും ലക്ഷ്മി അമ്മാളിൻ്റെയും മകനായി ജനിച്ചു. സുബ്രഹ്മണ്യന് സുബയ്യ എന്ന വിളിപ്പേരുണ്ടായിരുന്നു. അവൻ ഗണിതശാസ്ത്രജ്ഞൻ ആവണമെന്നായിരുന്നു അച്ഛൻ്റെ താല്പര്യം. എന്നാൽ സുബയ്യ ഗണിതത്തിലല്ല, കവിതാരചനയിലാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. നുറുങ്ങു കവിതകൾ കേട്ടുമെടുത്ത അധ്യാപകരും സഹപാഠികളും ഒരു വിളിപ്പേരിട്ടു, ഭാരതി, അതായത് സരസ്വതി പുത്രൻ. അവൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ എട്ടയാപുരം രാജാവും രാജസദസ്സിലെ അംഗങ്ങളും കഴിയാവുന്ന എല്ലാ പ്രോത്സാഹനവും അവന് നൽകി. സുബയ്യയുടെ 3ാം വയസ്സിൽ അമ്മ മരിച്ചു. രണ്ടാനമ്മ വളരെ സ്നേഹം നൽകിയാണ് സുബയ്യയെ വളർത്തിയത്. 15ാം വയസ്സിൽ ചേലമ്മയെ വിവാഹം കഴിച്ചു. വധുവിൻ്റെ പ്രായം 7 വയസ്സായിരുന്നു. വധുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സുബയ്യ സ്വന്തം കവിത വായിച്ചു. ഈ ദമ്പതിമാർക്ക് 1902 1905 2 പെൺമക്കൾ പിറന്നു. 1897 അച്ഛൻ മരിച്ചതോടെ കുടുംബഭാരം സുബ്രഹ്മണ്യൻ്റെ തലയിലായി. എന്നാൽ തളരാതെ കാശിക്ക് പോയി സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ നല്ലവണ്ണം പഠിച്ച് 20ാം വയസ്സിൽ തിരിച്ചെത്തി. മധുരയിൽ രാമനാട് രാജാവിൻ്റെ കീഴിൽ സേതുപതി ഹൈസ്കൂളിൽ തമിഴ് വിദ്വാനായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. അക്കാലത്ത് വിവേകഭാനു പത്രികയിൽ ധാരാളം കവിതകൾ പ്രസിദ്ധീകരിച്ചു. അനാചാരങ്ങളെക്കൊണ്ട് ദുഷിച്ചിരുന്ന ഹിന്ദു സമൂഹവും അടിമത്തത്തെ തങ്ങളുടെ സ്ഥായിയായ അവസ്ഥയായി കണ്ടിരുന്ന ഭാരതവും അദ്ദേഹത്തിൽ വേദനയുളവാക്കി. തൻ്റെ ഉള്ളിൽ ജ്വലിച്ചിരുന്ന പരിവർത്തനത്തിനുള്ള അഗ്നി അദ്ദേഹം കവിതയിലൂടെ പ്രകടമാക്കി. അക്കാലത്ത് സ്വദേശി പ്രചരണത്തിനുള്ള ഭാരത് ഭണ്ഡാർ എന്നു പേരുള്ള കട അദ്ദേഹം വിജയകരമായി നടത്തി. 1904 സ്വദേശി മിത്രത്തിൻ്റെ പത്രാധിപരായി. പിന്നെ സ്വന്തം നിലയ്ക്ക് ഇന്ത്യ എന്ന പത്രവും ബാലഭാരതം ആനുകാലികവും അദ്ദേഹം നടത്തി. 1905 ഭഗിനി നിവേദിത അവരെ കണ്ട് സംസാരിച്ചതോടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പല കാര്യങ്ങളിലും ഏർപ്പെട്ടു. സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം വേണമെന്നും സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് ഉയരണമെന്നും അതിനായി സ്ത്രീത്വത്തിൻ്റെ പുതിയ മാതൃകകൾ നിർമ്മിക്കണമെന്നും അദ്ദേഹം അഭിലഷിച്ചു. 1907 സൂററ്റ് കോൺഗ്രസിൽ അദ്ദേഹം പങ്കെടുത്തു. മിതവാദികളെ പിന്തള്ളി തിലകനും അരവിന്ദനും കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നത് ഈ സമ്മേളനത്തിലായിരുന്നു. തൻ്റെ പ്രകൃത സ്വഭാവമനുസരിച്ച് സുബ്രഹ്മണ്യ ഭാരതി തിലകപക്ഷത്ത് നിന്നു. പിന്നീട് വാരണാസി, കൽക്കത്ത സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തോടെ അദ്ദേഹത്തിൻ്റെ കവിതകളും ലേഖനങ്ങളും ദേശഭക്തിയുടെ തീപ്പൊരി ചിതുർന്ന വിധം തീവ്രമായി തീർന്നു. ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ സ്വദേശഗീതങ്ങൾ എന്നായിരുന്നു. വാരണാസി സമ്മേളനത്തോടെ തൻ്റെ വേഷത്തിലും അദ്ദേഹം മാറ്റം വരുത്തി. തലപ്പാവ്, അംഗവസ്ത്രം, കൊമ്പൻ മീശ
ഇവയോടൊപ്പം തീപ്പാറുന്ന കണ്ണുകളും കൂടി ചേർന്ന് സുബ്രഹ്മണ്യ ഭാരതി ദേശഭക്തിയുടെ ഉജ്ജ്വല പ്രതീകമായി തീർന്നു. പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയ മുഖപ്രസംഗം, ലേഖനം എന്നിവ ബ്രിട്ടീഷുകാരുടെ അതൃപ്തിക്ക് കാരണമായി. 1908 സുബ്രഹ്മണ്യ ഭാരതി പുതുശ്ശേരിയിലേക്ക് പലായനം ചെയ്തു. അവിടെ അദ്ദേഹം ഇന്ത്യ, വിജയ, സ്വദേശമിത്രം എന്നീ പത്രങ്ങളും വാരികളും തുടങ്ങി. പുതുശ്ശേരിയിൽ വെച്ച് തൻ്റെ ആരാധനാ കഥാപാത്രമായ അരവിന്ദ ഘോഷ്, ലാലാ ലജ്പത് റായ് എന്നിവരുമായി അടുത്തിടപഴകുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1912 സുപ്രസിദ്ധ സമാഹാരങ്ങളായ പാഞ്ചാലി ശപഥം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ പ്രസിദ്ധീകരിച്ചത്. അരവിന്ദ ഘോഷിന്റെ ആര്യൻ, കർമ്മയോഗി എന്നീ മാസികകളുടെ പ്രവർത്തനത്തിൽ സുബ്രഹ്മണ്യ ഭാരതി വൻതോതിൽ സഹകരിച്ചിരുന്നു. പുതുശ്ശേരി ഫ്രഞ്ചു നിയന്ത്രണത്തിലായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ ആവുന്നത്ര സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രസിദ്ധീകരണങ്ങൾ തമിഴ്നാട്ടിൽ പ്രചരിക്കുന്നത് തടഞ്ഞിരുന്നു. 1909 ബ്രിട്ടീഷുകാർ ഇന്ത്യയും വിജയയും നിരോധിച്ചു. ഭഗവത്ഗീത, യോഗസൂത്രം, വേദങ്ങൾ എന്നിവയുടെ തമിഴ് വിവർത്തനവും ഇദ്ദേഹം നടത്തി. ഹരിജന ഉദ്ധാരണത്തിനായി ഭാരതീയർ പരിശ്രമിക്കുകയും അവരെ ഉപനയനം ചെയ്യുകയും വേദസൂക്തങ്ങൾ പഠിപ്പിക്കുകയും ഗായത്രി ദീക്ഷ നൽകുകയും ചെയ്തു. 1919 ചെന്നൈയിൽ വീണ്ടും പ്രവേശിച്ച സുബ്രഹ്മണ്യ ഭാരതിയെ ബ്രിട്ടീഷുകാർ തടവിലാക്കി. ആനി ബസന്റ്, സർ CP രാമസ്വാമി അയ്യർ എന്നിവരുടെ ഇടപെടൽ മൂലം അദ്ദേഹം മോചിതനായി. എന്നാൽ ഇക്കാലത്തിനിടക്ക് അദ്ദേഹം സാമ്പത്തികമായും ശാരീരികമായും തകർന്നുപോയി. നിത്യേന താൻ ഭക്ഷണം നൽകുകയും തടവുകയും ചെയ്തിരുന്ന ഒരാന മദപ്പാട് കാരണമാകാം അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തി. പലതരം ചികിത്സകൾ ചെയ്തു നോക്കിയെങ്കിലും 1921 സെപ്റ്റംബർ 11 അദ്ദേഹം അന്തരിച്ചു. പൗരുഷമുള്ള ദേശഭക്തിയുടെ പ്രതീകമെന്ന രീതിയിൽ ശ്രീ സുബ്രഹ്മണ്യ ഭാരതി അമരനായി ജീവിക്കുന്നു. ആ മഹാത്മാവിനെ ഏകാത്മതാ സ്തോത്ര പഠനത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.